ടാറ്റാ ടാറ്റാ ടാറ്റാ. നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ്. മണി 5 നേരം വെളുപ്പ് കേട്ടോ. ഓരോരുത്തൻ കയറി ദൈവത്തിനെ കൊണ്ടുപോയി പുറത്ത് അച്ഛൻ കൊണ്ടുപോയിട്ടൊക്കെ വന്ന് കാര്യം കൈയൊക്കെ തുടച്ചകത്ത് കയറി രണ്ടാമതൊരു കിടപ്പ് കിടക്കണം. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടു, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. രാവിലെ 5:30 മണിയായി കേട്ടോ. മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് വന്ന് വരുത്തണ്ടേ കാര്യം കൈയൊക്കെ തുടച്ചിട്ട് വന്ന് കിടക്കുന്ന രണ്ടാമതൊരു കിടപ്പ് കിടക്കുന്ന. നല്ല തണുപ്പ് കേട്ടോ ഫ്രണ്ട്സ്. കണ്ടോ, അച്ഛൻ്റെ കൂടെ ഒക്കെ വന്ന് കിടക്കുന്ന. ഇനിയൊരു ഉറക്കമുണ്ട്. 5 മണിക്ക് എൻ്റെ അച്ഛൻ കൊണ്ടുപോകും കേട്ടോ. കൊണ്ടുപോയി മോർണിംഗ് വാക്കൊക്കെ നടത്തി അപ്പിയൊക്കെ ഇടിപ്പിച്ച് എല്ലാം ചെയ്ത് റോഡ് മൊത്തം നടത്തിച്ചിട്ട് കൊണ്ടുവരും. അന്ന് തുടച്ച് കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് വന്ന് കിടക്കുന്നത് കാണുന്നു. ഇത് കണ്ടില്ലേ, കിടപ്പ് കണ്ടില്ലേ? നല്ല തണുപ്പ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. തോണ്ടനാട്ടോ, കൈ മാറ്റാൻ പാടില്ല, എടുക്കാൻ പാടില്ല. കണ്ടോ, തോണ്ടുന്നുണ്ടോ? എന്നിട്ട് ഇച്ചിരി നേരം കൂടെ കിടന്നോ. മണി 5 ആയിട്ടുള്ളൂ. ഓ, ഇതേ കൈ കൊണ്ട് തോണ്ടണോ? കണ്ടോ വിളിക്കുന്നത്. അത് ചെയ്ത് കൊടുക്കണം അവന് കിടക്കാൻ നേരത്ത്. ഇങ്ങനെ മാന്തിയും തടവിയൊക്കെ കൊടുത്ത് സുഖത്തിൽ ഉറങ്ങാനാണ്. 5 മണിക്ക് എണീറ്റ് കാണിക്കുന്ന വികൃതികളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. 5 മണിക്ക് 5 മണിയാകുമ്പോഴേ റോഡിൽ സ്ട്രീറ്റ് പപ്പീസൊന്നും അധികം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ തണുപ്പ് സമയത്തൊക്കെ എവിടെയൊക്കെ കിടന്നങ്ങ് ഉറങ്ങുന്നതാവും. ഇല്ലെങ്കിൽ ഇവൻ്റെ പിറകെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിറകെ അവർ ഓടി വരും. കുറേ എങ്ങനെ ഒരു 5-6 എണ്ണമൊക്കെ ഓടി വരും കേട്ടോ. ചിലപ്പോൾ ഇവൻ വലിച്ചെടുത്തുകൊണ്ട് വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ 2-3 പ്രാവശ്യം വീണിട്ടുണ്ട്. മുട്ടൊക്കെ പഴുത്തൊക്കെ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 5 മണിക്ക് കൊണ്ടുപോകും അല്ലേ. അവിടെ ഇരുന്നോ, ദീപക്ക് വന്നോ. മമ്മി തുറന്നു കൊടുത്തിട്ട് വരാം. മമ്മിയോടാണോ ഡാഡിയോടാണോ ഇഷ്ടം? ഒന്ന് ചോദിച്ചോട്ടെ. മമ്മിയോടാണോ ഡാഡിയോടാണോ ഇഷ്ടം? ഒന്ന് പറ. മമ്മിയോടാണോ ഡാഡിയോടാണോ ഇഷ്ടം? ആരോടാണോ ഇഷ്ടം? ഡാഡിയെ നോക്കണം. എടാ ഇവിടെ നോക്ക്, ചേട്ടാ കൈ വിടും. തടവിക്കൊണ്ടിരുന്ന അവൻ പറയില്ല. മമ്മിയോടാണോ ഡാഡിയോടാണോ ഇഷ്ടം? ഇങ്ങോട്ട് നോക്ക് പൊന്നോ, ഇങ്ങോട്ട് നോക്കടാ. മമ്മിയോടാണോ ഡാഡിയോടാണോ ഇഷ്ടം? ആരോടാ ഇഷ്ടം? ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉമ്മത്താ. മമ്മിയോടാണ് ഇഷ്ടം, മമ്മിക്ക് ഉമ്മത്താ. ഡാഡിയോടാണ് ഇഷ്ടം, ഡാഡിക്ക് ഉമ്മ കൊടു. ആരോടാണ്? പൊന്നോ പൊന്നോ ആരോ തടവിയ ചേട്ടനോടല്ലേ പറയല്ലോ. പറ പൊന്നോ, ആരോടാണ് ഇഷ്ടം? ആരോടും ഇഷ്ടമല്ലേ പൊന്നോ? എന്താണ്? ഓ, എന്താ അവിടെ ചെന്ന് നോക്കണേത്? ആരാ പൊന്നോ അത്? എന്താണ് വിളിച്ച്? കാലു. ബുള്ളറ്റ് ഇല്ല, കാലു ഇല്ല. എവിടെ വിളിച്ച്? ആ പൊന്നു മമ്മിയോടാണ് ഡാഡിയോടെ ഇഷ്ടം? പൊന്നിൻ്റെ മമ്മി അവിടെ ഒന്ന് തൊട്ട് കാണിച്ചു തന്നെ. പൊന്നിൻ്റെ മമ്മി അവിടെ ഒന്ന് തൊട്ട് കാണിച്ചു തന്നെ. പൊന്നിൻ്റെ മമ്മി അവിടെ ഒന്ന് കൈ കൊണ്ട് തൊട്ട് കാണിച്ചു തന്നെ. കൈ കൊണ്ട് തൊട്ട് കാണിച്ചതാ അമ്മ. കൈ കൊണ്ട് തൊട്ട് കാണിച്ചാൽ മൂട് വേണം. കൈ കൊണ്ട് തൊട്ട് കാണിച്ചു തന്നെ മമ്മിയെ. എവിടെ കൈ കൊണ്ട് തൊട്ട് കാണിച്ചു തന്നെ? എവിടെ പൊന്നിൻ്റെ മമ്മി? അവിടെ പൊന്നിൻ്റെ മമ്മി എവിടെയാടാ? പൊന്നിൻ്റെ മമ്മി എവിടെ? പൊന്നിൻ്റെ മമ്മി എവിടെ? തൊട്ട് കാണിച്ചു തന്നെ. കൈ കൊണ്ട് തൊട്ട് കാണിച്ചതാ. എവിടെ കൈ പൊക്കിയിട്ട് വെച്ചാ? എവിടെ ഒന്ന് കാണിച്ചു തന്നെ. അവിടെ പൊന്നയുടെ മമ്മിയുടെ പൊന്നിൻ്റെ മമ്മി എന്തി? സ്കൂബുവിൻ്റെ മമ്മി എന്തി? സ്കൂബുവിൻ്റെ മമ്മി എന്തി? ഒന്ന് തൊട്ട് കാണിച്ചു തന്നെ പൊന്നു. കൈ കൊണ്ട് തൊട്ട് കാണിച്ചു തന്നെ. ദേ മമ്മിയുടെ കാലയിൽ തൊട്ട് കാണിച്ചാ. ദേ മമ്മിയുടെ കാലയിൽ തൊട്ട് കാണിച്ചതാ. അമ്മയുടെ കാലയിൽ ഏതാണ്? ഇതാണോ മമ്മി? ഇടാണോ മമ്മി? ആഹാ, ഏതാണ് മമ്മി? ഒന്ന് തൊട്ട് കാണിച്ചു തന്നെ. മമ്മിയുടെ കാലയിൽ തൊട്ട് കാണിച്ച. ഇതാണോ മമ്മി? ആഹാ, അമ്മയെ കാണിച്ചു തന്നെ. അപ്പോൾ ഡാഡ ഏതാണ്? ഡാഡ പൊന്നുൻ്റെ ഡാഡ ഏതാണ്? ചെന്ന് മമ്മിക്ക് പൊന്നുൻ്റെ ഡാഡ ഏതാണ്? അതാണോ ഡാഡ? ആഹാ, പൊന്നിൻ്റെ ഡാഡ ഒന്ന് തൊട്ട് കാണിച്ചു തന്നേ. ഡാഡ അവിടെ
ആ തൊട്ട് കാണിച്ചു തന്നെ, തൊട്ട് കാണിച്ചു തന്നെ. ഡാഡ എവിടെ? പൊന്നുണ്ട് ഡാഡ എവിടെ? ഡാഡ തൊട്ട് കാണിച്ചു തന്നെ, കൈ കൊണ്ട് തൊട്ട് കാണിച്ചു തന്നെ. ഡാഡ എവിടെ? ഒന്ന് കാണിച്ചു തന്നെ, മോൻ്റെ കൈ കൊണ്ട് കാണിച്ചു തന്നെ, കാണിച്ചു തന്നെ. ആ ഇതാണ് ഡാഡ, ഇതാണ് ഡാഡ. ഉമ്മ തന്നുണ്ട, അതേ മോൻ കൊണ്ട് കാണിച്ചുണ്ട. കൊച്ചിൻ്റെ മമ്മി എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു കൈ കൊണ്ട് കാണിക്കണ്, കണ്ട കൊച്ചിൻ്റെ ഡാഡി മമ്മി. എനിക്കും ചെയ്ത് ഡാഡി, എനിക്കും ചെയ്ത് ഡാഡി, എനിക്കും ചെയ്ത് ഡാഡി. ഓ ഇത് കണ്ടോ, എനിക്കും ചെയ്ത ഡാഡി, എനിക്ക് ചീകിത്ത ഡാഡി, എനിക്ക് തീകിത്ത ഡാഡി, എനിക്ക് മുഖം കഴുത്ത ചീപ്പിട്ട് ചീകിക്കോട്. അതിനാണ് ചീപ്പിട്ട് ചീകിക്കോട്. ആ ആച്ചോ ആച്ചോ ചീപ്പിട്ട് ചീകട്ടെ ഡാഡാ. ഓ ഓ അവനും ഒരു ആണല്ലേ ചേട്ടാ. നിങ്ങൾ മുഖം കഴുകണ് ചീകണ് കണ്ട എന്തൊക്കെയാണെന്ന് എനിക്ക് വയ്യ. ഓ മോളി കിടന്നോ പിന്നെ നല്ല എണ്ണ ചോച്ചൊക്കെ കൊത്തി കൊത്തി എൻ്റെ മമ്മി പൊന്നിന് പൊറ്റി ചോച്ചൊക്കെ കൊത്തി. ഡാഡിക്കൊരു ഉമ്മൻ കൊടുത്തേ, ഉമ്മൻ കൊടുത്തേ, ഒരു ഉമ്മൻ കൊടുത്തേ. ഉമ്മ കൂടി, ഉമ്മ കൂടി. എവിടെയാണ് ഉമ്മ? പെട്ടെന്ന് പോ, ഒരു ഉമ്മ കൂടെ, ഒരു ഉമ്മ കൊടുത്തേ പൊന്നിൻ്റെ ഉമ്മ. പൊന്നു ഒരു ഉമ്മ കൊടുത്തേ, ഒരു ഉമ്മ കൊണ്ട്. ഓ നോക്കണ്ട, ഒരു ഉമ്മ കൊടുത്തേ. ആ ഒരു ഉമ്മ കൊടു. ആ ഉമ്മ 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 ഉമ്മ. പക്ഷെ ഉമ്മ തന്നെ കണ്ടില്ലേ, കയ്യിലെ ഉമ്മ തന്നെ കയ്യിൽ. ആ എന്താണ് അച്ഛനും മോനും കൂടെ നോക്കുന്നത്. ഒരു ഉമ്മ കൊടുക്ക്. ഓ ഒരു ഉമ്മ 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 പൊങ്ങി കൊടുക്കണം ഉമ്മ. നിന്നുകൊണ്ടൊക്കെ ഉമ്മയാണ് കൊടുക്കണത്. ഓ ഓ ഉമ്മ 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 ഉമ്മ. ഓ ഉമ്മ ഉമ്മ. മുഖത്ത് പൊക്കി വരുന്നുണ്ട, അവന് പൊക്കമുണ്ടല്ല. ചിക്കൻ വേവിക്കുന്നുണ്ട്. ശരി, അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നോ നിങ്ങൾ? ചിക്കനാണ് വേവിക്കണേ. ദേ പൊന്നിൻ്റെ ചിക്കനൊക്കെ വേവിക്കുന്നുണ്ട്, ചോറും ചിക്കനൊക്കെ വേവിക്കുന്നുണ്ട്. ദേ അരിയൊന്നും വെന്തിട്ടില്ല, വേഗട്ടെ ചോറും ചിക്കനും ഒക്കെ. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, ഉപ്പിട്ടിട്ടില്ല, അരി ചോറ് വെന്തിട്ടില്ല. നീ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടു മമ്മ. നല്ലോണം അരി വെന്ത് ചോറ് വേഗാതെ തന്നു കഴിഞ്ഞാൽ മോൻ ഛർദ്ദിക്കും. അരി വെന്ത് ചിക്കനൊക്കെ നല്ല വെണ്ണം വെന്തലിഞ്ഞ് ചോറൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് മോന് തരാട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ പൊന്നി ഛർദ്ദിക്കും കേട്ടാ. ആ ടാറ്റാ. എല്ലാം എടുത്താ മൊബൈല്? മൊബൈല് പോക്കറ്റിലൊന്നും വെക്കല്ലേ, ബാക്കിലെ പോക്കറ്റിലൊന്നും. ആ പുറത്തേക്ക് വരാതെ നോക്ക് നോക്ക് നോക്ക്. ഗേറ്റ് തുറന്നാൽ നോക്ക്, പുറത്തേക്ക് പോടല്ലേ. ആ ശരി. ചേട്ടനെ കൊണ്ടാക്കാൻ പോയി നിൽക്കുന്ന പാവം കാണും. ഉപ്പൊക്കെ ഊരി അവന് ഫുഡ് കൊടുക്കാൻ പോകുന്നു. ചോച്ച് കൊടുക്കാൻ പോകുന്നു മാമ. ചോച്ച് വാരി കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് തുടച്ചൊക്കെ എടുത്തിട്ട് മാമ ദേ ഉടുപ്പ് എടുത്തെടുത്ത് വച്ചിട്ടുണ്ട്. ദേ മഞ്ഞ ഉടുപ്പ് വച്ചിട്ടുണ്ട്. എന്നിട്ട് ഇട്ടേര്. ദേ ഡാഡ പോകാൻ പോണ്. ഡാഡ പോകാൻ പോണ്. മാമ മഞ്ഞ ഉടുപ്പ് പൊന്നിന് വേണ്ടി ഇതേ എടുത്ത് വച്ചിട്ടുണ്ട്. തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ. അവിടെ ഇരിക്കും. മാമ റസി എടുത്തോണ്ട് വരട്ടെ. ചോദിച്ചു വാരിത്തണം, ഇല്ലെങ്കിൽ വാരുന്ന പകുതി ആവുമ്പോൾ ഓടും. ആച്ചോ ആച്ചോ, ഇല്ലെങ്കിൽ മെഡിസിൻ കഴിക്കാൻ നിൽക്കില്ല, ഓടിക്കളയുക. അതുകൊണ്ടാണ് മമ്മി കേട്ടാ, അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. വെറുതെ ഒന്ന് ഇങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ അവൻ്റെ വിചാരം എന്താ, അവനെ കെട്ടിയിടുന്നൊന്നുമില്ല കേട്ടോ. ഒരിക്കലും ഞങ്ങൾ കെട്ടിയിടില്ല, വെറുതെ ഇടണം. ഇല്ലെങ്കിൽ ഇവന് ഭക്ഷണത്തിന് മുമ്പ് മരുന്നുണ്ട്, അതൊന്ന് കയ്പ്പാണ്. ഭക്ഷണത്തിന് ശേഷമുള്ളത് കഴിക്കാൻ അവന് എളുപ്പം, അവന് ഇഷ്ടമാണ്. അത് ഇത്തിരി മധുരമാണ്. അപ്പോൾ അത് കാരണം അവൻ ഓടിക്കളയും. ബാ മന്നോ, മന്നുമ്മ മന്നുമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് തുടച്ച് പൗഡറൊക്കെ ഇടണ്ടേ, സുന്ദരനാണ്ടേ. ബാ ഓടി ബാ. അപ്പോൾ ഫുഡ് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടോ, എൻ്റെ മോനെ എല്ലാം തുടപ്പിച്ചെടുത്തോണ്ടൊക്കെ വന്നു കേട്ടോ ഞാൻ. എന്നാലും ഒന്നും കൂടെ ഒന്ന് തുടക്കണം, പൗഡർ ഇടുന്നതിന് മുമ്പ് ഒന്ന് തുടക്കണേ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ റെസ്റ്റിലാണ്, മോൻ്റെ പണി മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അവന് ചോറ് കൊടുക്കുന്നത് ഒരു സ്റ്റൂളിലിരുന്ന് ഒരു സ്റ്റൂളിൽ ചോറ് വെക്കും, എന്നിട്ട് ഞാനൊരു സ്റ്റൂളിൽ ഇരുന്നിട്ട് വാരിയൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്, റെസ്റ്റിലൊക്കെയാണ്. ഒരു 15 ദിവസം കഴിയുമ്പോൾ അടുക്കളയിലൊക്കെ കയറി. ഇപ്പോൾ എൻ്റെ മക്കളും ദീപക്കും ഹസ്ബൻഡൊക്കെയാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവിടെ ഇരിക്കുക, പൗഡറൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നേ മാമ പോയിട്ട്
മമ്മ പൊന്നെ അവിടെ ഇരുന്നേ. മമ്മിക്ക് പെട്ടെന്ന് ഓടാനും ചാടാനൊന്നും പറ്റൂല അപ്പം. അമ്മയുടെ റെസ്റ്റ് കഴിയുമ്പോഴേ മമ്മി ഓടയും ചാടിയൊക്കെ ഉള്ളു. അപ്പോൾ ഇത് എൻ്റെ കൊച്ചിന് ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്ക് പൗഡറൊക്കെ എന്താ ഇടണമെന്നേ? ആൻറ്റിടിക്സിൻ്റെ പൗഡറൊക്കെയാണ്. നമ്മൾ എത്ര മെഡിസിൻ ടാബ്ലറ്റ്സ് കൊടുത്താലും അവർക്ക് ഇടയ്ക്ക് ഒന്ന് സ്പ്രേ അടിച്ചു കൊടുക്കാറുണ്ട് ഞാൻ. ഇവന് സ്പ്രേ അടിക്കുന്ന എന്തോ ഒരു ഇറിറ്റേഷനാണ്. എന്നാലും ഞാൻ ഇടയ്ക്ക് ഒന്ന് അടിച്ചു കൊടുക്കും. പിന്നെ എന്നാലും ഇത് കൂടുതൽ ഇട്ട് കൊടുക്കും. ആൻറ്റിടിക്സിൻ്റെ പൗഡറല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. എനിക്ക് ചുമ വരാതെയൊക്കെ സൂക്ഷിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പ് ഏൽക്കാതെ നോക്കണം. ഇപ്പോൾ വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുറേയേറെ ആക്റ്റീവായി. റെസ്റ്റൊക്കെ കഴിഞ്ഞു വന്നു. ഒരു 12 കിലോ ഞാൻ കുറഞ്ഞു കേട്ടോ ഈ ഇടയ്ക്ക് അടുപ്പിച്ച് ചിക്കൻ ഗുനിയ ഇത് കണ്ടോ. കയ്യിൽ ക്രീമിടാനാ പൊക്കി തരുന്നത് ഫ്രണ്ട്സ്. ഇവിടെ വന്നേ അല്ല കാണട്ടെ, വീടല്ലേ. അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ. നോക്കട്ടെ പൊന്നോ, ഇവിടെ വാ. ഊട്ടോ അബ്ബാസ്. ഇവിടെ വാ പൊന്നു. ഇവിടെ വന്നേ മാമ. ഇവിടെ വന്നേ. അവിടെ ഇരുന്നേ. നമ്മുടെ പൊന്നല്ലേ, അവിടെ ഇരുന്നേ. ബസ്. ഗുഡ് ബോയ്. അപ്പോൾ എന്നും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരണമല്ലോ ഫ്രണ്ട്സ്, ഇല്ലേ? സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഡെങ്കു അങ്ങനെ ഒരു ഞാൻ ഹോസ്പിറ്റലൈസ് ആകുന്നത് എൻ്റെ മോളെ ജന്മം കൊടുത്തതിന് ശേഷം, മോൾക്ക് ഇത്ര വയസ്സായതിനു ശേഷമാണ് ഡെങ്കുവിൻ്റെ പേരിൽ ഞാനൊരു 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് ഈ വർഷം ചിക്കൻ ഗുനിയുടെ വൈറസ് വന്നിട്ട് വീട്ടിൽ തന്നെ ശരി 2 ദിവസം 3 ദിവസം വീട്ടിൽ റെസ്റ്റ്. അതോടെ ഒരു 12 kg അങ്ങ് കുറഞ്ഞു കേട്ടോ. വാ പോവാൻ നോക്കാം. ഗുഡ് ബോയ്. ബോൺ എടുക്കാൻ കയറിയതോ. വാ ഇവിടെ ഇരുന്നാ. അവിടെ ഇരിക്കേ. ബോൺ പിന്നെ കളിക്കാം. ഇങ്ങോട്ട് വാ. ബോൺ പിന്നെ കളിക്കാൻ പോന്നാ. പരമേശ്വരം എടുക്കണ്ട. നിന്റെ സാധനം ആരും കൊണ്ടുപോകില്ല. അതേ ബോൺ ഇവിടെ ഉണ്ട്. അവിടെ ഇരിക്കേ. ബോൾ സ്റ്റേ. ഡ്രസ്സ് ഇട്ടിട്ട് മമ്മി കളിക്കാൻ തരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബ്ലാ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ. ബെൽബട്ടൺ ഡ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചിക്കൻ ഗുനിയുടെ വൈറസും കൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ, 3 മാസം വൈറസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ആ ക്ഷീണമൊക്കെ പോയി ഒന്ന് വരത്തുള്ളൂ. അപ്പോൾ 12 kg കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആയിപ്പോയി. അപ്പോൾ അതും ഹോസ്പിറ്റലൈസ് 2 ദിവസം ഇരുന്നു. കുറച്ച് ട്രിപ്പൊക്കെ കയറ്റി കേട്ടോ. വേറെ ഒന്നുമല്ല, ചെറിയൊരു നോർമൽ ഇതാണ്. മോനിപ്പുറത്തേക്ക് തിരിഞ്ഞ് ആ ചേച്ചിമാരൊക്കെ മോനെ കാണുന്നുണ്ട്. ഗുഡ് ബോയ് എന്ന് പറയണോ. കുറേ ചേച്ചിമാരുണ്ട്, ആൻറ്റിമാരുണ്ട്, അങ്കിൾമാരൊക്കെ ഉണ്ട്. മോനെ ഗുഡ് ബോയ് എന്ന് പറയണമെങ്കിൽ മോനെ ഒബീഡിയൻ ബോയ് അവിടെ, എന്നാൽ മാത്രമേ ഗുഡ് ബോയ് എന്ന് പറയുള്ളൂ കേട്ടോ. നോട്ടെ മോഹൻ നോട്ടെ. കടിച്ചു തിന്നു. അപ്പോൾ എല്ലാവർക്കും നാളെ ക്രിസ്മസാണ്. ഇന്ന് രാത്രി തൊട്ട് തുടങ്ങുമല്ലോ. ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ മോളുടെ ജന്മദിനമാണ്. പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ആക്കാനാണ് ആ കൈ തരുന്നത്. അവന് കളിക്കണം. അതിനാ തരാം വൈൻഡപ്പാക്കാം. പോഷ് വൈൻഡപ്പാക്കാം. ശരി എല്ലാവർക്കും ബൈ കേട്ടോ. പക്ഷെ ഞാൻ നിൽക്ക് ഒരു ഇച്ചിരി നിമിഷം കേട്ടോ. ശരി. അപ്പോൾ നാളെ എൻ്റെ മോളുടെ ജന്മദിനമാണ്. അതുപോലെ എല്ലാവർക്കും ഹാപ്പി പ്രോസ്പറസ് ഹാപ്പി ക്രിസ്മസ്. അതിൻ്റെ കൂടെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയറും കേട്ടോ. ഹാപ്പി പ്രോസ്പറസ് ന്യൂ ഇയർ. ഈ വർഷം എല്ലാവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നേ ഞാൻ ആശംസിക്കുന്നുള്ളൂ. പിന്നെ നാളെ എല്ലാവരും ക്രിസ്മസ് നല്ലതായിട്ട് ആഘോഷിക്കുക. എല്ലാ ജാതി മത ഭേദമില്ലാതെ ആഘോഷിക്കുന്നതാണ് നമ്മൾ. ഓണം, ക്രിസ്മസ് എല്ലാവരും ക്രിസ്മസ് നല്ലതായിട്ട് ആഘോഷിക്കുക. അപ്പോൾ നാളെ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ നാളെ ഇവിടെ ഒരു അനാഥാശ്രമത്തിൽ, ക്രിസ്ത്യൻസിൻ്റെ തന്നെയാണ്, ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളതാണ്. അവിടെ എങ്ങോട്ടോ 84 കുട്ടികളാണ്, എങ്ങോട്ടോ ചെറിയ കുട്ടികളുടെയാണ് കേട്ടോ. 10 വയസ്സ് വരെയുള്ള കുട്ടി. അവർക്ക് അന്നദാനവും അവരുടെ അടുത്ത് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഒരു വലിയ കേക്കൊക്കെ ആയിട്ട് പോകും. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം എനിക്ക് സ്റ്റെപ്പും യാത്രയും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവർ പോകും.
പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ അവിടെ സമ്മതിക്കില്ല. കാരണം വീഡിയോയ്ക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നത് മോശമാണ്. എന്നിരുന്നാലും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മോനോട് പറയാം എടുത്തുകൊണ്ട് വരാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെയും എൻ്റെ പൊന്ന് മോൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഞങ്ങളുടെ എല്ലാവരുടെയും തരഫ്സെ നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി പ്രോസ്പെറസ് ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇല്ല പൊന്നാ, ഇവിടെ വാ, കൊടുക്ക്, ഇതേ കൊടുക്ക് പൊന്നു, ഇവിടെ വന്നേ പൊച്ച ബണ്ണിടി പൊന്നു, ഒന്നും കൂടെ കൊടുത്തേ, ഒരു ഇത് കൊടുത്തേ പൊന്നു. എന്താ ഹാപ്പി ക്രിസ്മസ്. ഇപ്പുറത്ത് ഹാപ്പി ക്രിസ്മസ്. എൻ്റെ മോൻ്റെ ഞങ്ങളുടെ ഫാമിലിയും വക എൻ്റെയും വക ഞങ്ങളുടെ തരഫ്സെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും നല്ലതായിട്ട് ക്രിസ്മസ് ഒക്കെ ആശംസിക്കട്ടെ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും ഉമ്മ. അതുപോലെ മോൻ്റെയും എവിടെ ഉമ്മ കൊടുത്തേ, മോനും ഉമ്മ തരുത് കേട്ടോ. പിന്നെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനും എന്നെ ഡെയിലി സപ്പോർട്ട് ചെയ്യുന്ന റെഗുലർ എൻ്റെ വീഡിയോ ഇടുമ്പം തന്നെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെയൊക്കെ പേര് ഞാൻ എടുത്തെടുത്ത് പറയും. എല്ലാവർക്കും, ഇനി കാണാൻ പോകുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ വക ഉമ്മ. പിന്നെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അത് എന്നും അന്നും എന്നും ഞാൻ നന്ദിയായിട്ട് തന്നെ ഈ ഹൃദയത്തിൽ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. പതിവ് പോലെ തന്നെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ, എല്ലാവരും ഇവനെ കാത്തിരിക്കുന്നല്ലേ. അപ്പം ഞാൻ വീഡിയോ ആയിട്ട് വരണമല്ലോ. അപ്പം ഇവന് 5 മണിക്ക് എണീക്കും കേട്ടോ. ഈ 5 മണിയുടെ കോമാളിത്തരവും കോലാഹലങ്ങളൊക്കെ ഞാൻ എഴുതി അതിലിട്ടിട്ടുണ്ട്. 5 മണിക്ക് എൻ്റെ അച്ഛൻ പുറത്ത് റോഡിലൊക്കെ കൊണ്ടുപോയി നടത്തി അപ്പി കഴിപ്പിച്ച് എല്ലാം വരുമ്പോൾ ഞാൻ അപ്പി കഴിയൊക്കെ കൊടുത്തു, കാലൊക്കെ തുടച്ചു. 5 മണിയുടെ പണിയാണ് കേട്ടോ എൻ്റെത്. വയ്യാതെ കിടന്ന് റെസ്റ്റ് എടുക്കുന്ന ഞാനാ. എന്നിട്ട് അവനെ ബെഡിൽ കയറ്റി അവൻ രണ്ടാമതൊരു ഉറക്കം ഉറങ്ങിയിട്ട് പിന്നെ ചായ കുടിക്കാൻ നേരത്താണ് എണീറ്റ് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ബിച്ചറ്റൊക്കെ കഴിക്കുന്നത് പൊന്നെ. അപ്പോൾ ഇത് എൻ്റെ മോനാണ് കേട്ടോ, പൊന്നാണ് ഞങ്ങളുടെ. നിങ്ങൾക്ക് മനസ്സിലാവും അവൻ്റെ അറ്റാച്ച്മെൻറ്റ് ഞങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് എന്തോരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അല്ല പൊന്നോ, മനസ്സിലാവുന്നുണ്ട്. പല്ലൊക്കെ ഞാൻ ഇന്ന് തേപ്പിച്ച് മല്ലൊക്കെ മമ്മി തേപ്പിച്ച് കൊടുത്തല്ല സുന്ദരനായി ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സുന്ദരക്കുട്ടനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ല മണി, ടാറ്റാ ടാറ്റാ ടാറ്റാ. നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അതുവരേക്കും പോനോ, ടാറ്റ ബൈ.